ഏട്ടാ മിഥുനെ, എന്റെ പെണ്ണിനെയും കൊണ്ടുള്ള നിന്റെ ഈ പോക്കുണ്ടല്ലോ, ഒത്തിരി നാള് നീണ്ടു നിൽക്കില്ലടാ. ആ അതെ മേഘനെ, ഈ ഡ്രസ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോ നീ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്ന എന്തിനാ? എന്തൊരു കോലായിട്ടാ ഇത്, സർക്കസിലെ ജോക്കറെ പോലെ. സർക്കസിലെ ജോക്കറോ? അത്രയ്ക്ക് പോരാ? ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോ അത് കാണാൻ ഒരു ഡീസൻസി ഒക്കെ വേണ്ടേ? എന്നുവെച്ചാ എനിക്കെന്താ ഡീസൻസി ഇല്ലെന്നാണോ പറയുന്നത്? ആ, അപ്പൊ എന്താ എനിക്ക് ഡ്രസ് സെൻസ് ഇല്ലെന്നാ? ആ, ആ, അതല്ല ഞാൻ പറഞ്ഞത്, മിഥുനേട്ടന് ഡീസൻസി ഇല്ലെന്നൊന്നും അല്ല. പിന്നെ എന്താ നീ ഉദ്ദേശിച്ചേ? ഡീസന്റ് ആയിട്ട് ഡ്രസ്സ് ധരിക്കണമെന്ന് പറഞ്ഞാ എനിക്കൊട്ടും ഡീസൻസി ഇല്ലെന്നല്ലേ എന്റെ അർത്ഥം? ഈശ്വര, മിഥുൻ മേഘനയായിട്ട് തല്ലുകൂടുവാണോ? നിക്കവനിട്ട് രണ്ട് കൊടുത്തിട്ടുള്ളൂ. വലിച്ച എന്താടാ എന്റെ പൊന്നു വലിച്ച, ഇത് അവര് തമ്മിൽ കാണിക്കുന്ന സ്നേഹപ്രകടനമാണെന്നേ. അതിനിടയ്ക്ക് വെറുതെ കയറി കുളവാക്കല്ലേ. അതെങ്ങനാടാ? സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും തല്ലുകൂടുവാടാ? കിളവന്മാർക്ക് ഇത് മനസ്സിലാവില്ല. അവരത് എൻജോയ് ചെയ്യുന്ന ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ചുമ്മാതല്ല വല്യമ്മ മൂശാട്ടയായത്. അവരെ നോക്കി എന്തെങ്കിലും പഠിച്ചോ? ശരി വിട്ടുകളാ, ഇതെവിടെ വരെ പോകും അത് നമുക്ക് കറക്റ്റ്. മിഥുനേട്ടാ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. മിഥുനേട്ടനെ എപ്പോഴും ഇടാറില്ല ഏട്ടാ. അങ്ങനെ ക്ലാസ് ആയിട്ടുള്ളത് മിഥുനേട്ടന് നന്നായിട്ട് ഇണങ്ങാറുണ്ടായിരുന്നു. എന്നുവെച്ചാ ഞാനിപ്പോ തീരെ ക്ലാസ് അല്ലെന്നല്ലേ നീ പറഞ്ഞു വരുന്നേ? അല്ല, ഈ ഡ്രസ്സിലും ക്ലാസ് ആയിട്ട് തന്നെ ഉണ്ട്. പക്ഷെ മിഥുനേട്ടനിടാൻ ഞാൻ വേറെ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഏട്ടനെ അത് ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ സുന്ദരനായിരിക്കും. ഓഹോ, നീ സെലക്ട് ചെയ്ത ഡ്രസ് ഇട്ടാ ഞാൻ സുന്ദരനാവും, ഞാൻ സെലക്ട് ചെയ്ത ഒരെണ്ണം ഇട്ടാ ഡീസൻസി ഇല്ലാതാവും, അതല്ലേ ഉദ്ദേശിച്ചേ? അല്ല ഏട്ടാ, ഞാൻ പറഞ്ഞത് ഏട്ടാ നിൽക്കുന്നുണ്ടല്ലേ? എന്താ പേടിച്ചു പോയ നീ? ഞാൻ ദേഷ്യപ്പെട്ട നീ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഒരു ചെറിയ ടെസ്റ്റ് നടത്തിയതല്ലേ? കൊള്ളായിട്ട് ഏട്ടന്റെ ടെസ്റ്റ്. എന്റെ പകുതി ജീവൻ അങ്ങ് മേലോട്ട് പോയി. ഞാൻ എന്തുമാത്രം പേടിച്ചെന്നറിയോ? യു നോ വാട്ട് മേഘനെ, ആരെങ്കിലും എന്റെ ടേസ്റ്റിനെ കുറ്റം പറയാണെന്ന് വെച്ചോ, എനിക്ക് നന്നായിട്ട് ദേഷ്യം വരും. പക്ഷെ എന്താണെന്നറിയില്ല, നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ദേഷ്യം വരുന്നേയില്ല. ചിലപ്പോൾ നമ്മുടെ സ്വന്തമാണെന്ന് തോന്നുമ്പോൾ ആ ദേഷ്യമൊക്കെ എങ്ങോട്ടോ പോയതായിരിക്കും അല്ലേ? അതൊക്കെ പോട്ടെ, നീ എടുത്തു വെച്ച ഡ്രസ്സ് തന്നെ ഇടാം. മേഘനെ, അപ്പൊ എന്നെ പറ്റിക്കാൻ നോക്കിയതാണല്ലേ? പിന്നെ അല്ലാതെ, തുടങ്ങി വെച്ചതാരാ? ഏട്ടനായിരുന്നില്ലേ? എന്നെ ഏട്ടനെ എന്തുമാത്രം പേടിപ്പിച്ചു. എന്നെ തള്ളിയിടുന്നോ? എന്നാ ഞാനും തള്ളി കാണിക്കാം. അത്രയ്ക്ക് ധൈര്യമോ? ഏട്ടന് ഞാനുണ്ടല്ലോ. മിഥുനേട്ടാ, വേദനയുണ്ടോ? വേദനയുണ്ടോ? അയ്യോ വേണ്ട വേണ്ട വേണ്ട. മിഥുനേട്ടാ, പ്ലീസ് പ്ലീസ്. ഒന്നങ്ങോട്ട് നോക്കി വലിച്ച. സീരിയസ് ആയിട്ട് തുടങ്ങിയ വഴക്ക് എവിടെ ചെന്ന് അവസാനിച്ചു എന്ന് കണ്ടില്ലേ? അതേടാ, അതിരിക്കട്ടെ. ഇത്തരം കാര്യങ്ങളൊക്കെ നിനക്കെങ്ങനെ അറിയാം? അത് ഞാൻ പിന്നെ നിങ്ങളെ പോലുള്ളവരൊക്കെ കണ്ടുപിടിച്ചതല്ലേ.
ഒരു മിനിറ്റ് ഏട്ടാ. ഹലോ ചാരു. ഹലോ ചേച്ചി, സുഖമായിരിക്കുന്നോ? ഞാൻ സുഖമായിരിക്കുന്നു ചാരു. മിഥുനേട്ടൻ എന്തോ അവാർഡൊക്കെ കിട്ടിയെന്ന് കേട്ടു. ശരിയാണ് ചാരു. മിഥുനേട്ടനോട് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിച്ചേക്കേട്ടോ. അതിനെന്താ, ഞാൻ പറയാം, ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. അവിടെ ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറ. ഇവിടെ നേരിട്ട് വന്ന് പറഞ്ഞാൽ സ്വീകരിക്കും. ചാരു, മിഥുനേട്ടന് അവാർഡ് കിട്ടിയതിന്റെ സന്തോഷത്തില് ഇവിടെ ചെറിയൊരു സെലിബ്രേഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നീയും നിതിനും കൂടി ഇങ്ങോട്ടേക്ക് വന്നേക്കണേ. നിതിൻ സ്കൂളിലേക്ക് പോയിരിക്കുക ചേച്ചി, ഞാൻ ഒറ്റയ്ക്ക് വേണം വരാൻ. അതെയോ? ശരി, എന്നാ ഞാൻ വിവേകിനെ പറഞ്ഞേക്കാം. നീ അവന്റെ കൂടെ ഇങ്ങ് പോര്. ആയിക്കോട്ടെ ചേച്ചി. വിവേക്, ആ എന്താ വിവേക്, ഏട്ടത്തി എന്നെ വിളിച്ചോ? ഇതെന്താ, നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ഏയ്, ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോ ഇതുവഴി പോയതേ ഉള്ളൂ. അപ്പോഴാ ഏട്ടത്തിയുടെ വിളി കേട്ടെ, അപ്പൊ തന്നെ പോന്നു. എന്നാ പിന്നെ നീയേ വീട്ടിൽ ചെന്നിട്ട് ചാരുവിനെ ഒന്ന് വിളിച്ചോണ്ട് വരുമോ? എന്താന്ന്? ഇപ്പൊ ഞാൻ പോയി ആ കാന്താരി ചാക്കെടുത്ത് കാറിലിട്ട് വരണമെന്നോ? എന്നെ കാന്തരിച്ചാക്കെന്ന് പറയുന്നോ? ഞാൻ അങ്ങോട്ട് വരട്ടടാ. വലിയൊരു പാറക്കല്ലെടുത്ത് നിന്റെ തലയിലോട്ട് അങ്ങ് ഇടുന്നുണ്ട്. അതെന്താ വിവേക്, അവള് കാന്താരിച്ചാക്കൊന്നും അല്ല, അവള് കോഹിനൂർ വജ്ര. നിനക്ക് അറിയാത്തോണ്ടാ. മേഘനടുത്തി അനിയത്തിയോടുള്ള സ്നേഹമൊക്കെ കൊള്ളാം എന്ന് കരുതി കോഹിന്നൂർ വജ്രത്തെ നാണം കെടുത്തണോ? എന്നാ അങ്ങനെ നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. നീ എന്നാ അവളെ ചെന്ന് വിളിച്ചിട്ട് വാ. ശരി, പോവാ. എന്നാ പിന്നെ നീ സെലക്ട് ചെയ്ത ഡ്രസ്സ് അങ്ങിടല്ലേ? എന്തു പറയുന്നു? ഹലോ, വിവേക് അങ്ങോട്ട് വരുന്നുണ്ടേ. നീ റെഡി ആയിട്ട് നിന്നോ. ഓക്കെ മോളെ. ജേട്ടൻ എന്തെന്നെ അങ്ങനെ നോക്കുന്നത്? ഇന്ന് നിനക്കെന്തോ ഒരു പ്രത്യേക സൗന്ദര്യമുള്ളതുപോലെ. എന്നുവെച്ചാ ഇത്രയും നാളും കാണാൻ കൊള്ളില്ലായിരുന്നു? എന്റെ കാഴ്ചപ്പാടി നീ എന്നും സുന്ദരി തന്നെയാണ് അന്നിമേ. പക്ഷേ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു ഭംഗി ഇന്ന് നിന്നിൽ കാണുന്നത് എന്തുകൊണ്ടാ? കുറച്ചു ദിവസമായിട്ട് ഏട്ടന്റെ പ്രായം കുറഞ്ഞു വരികയാണല്ലോ. സൗന്ദര്യം ആസ്വദിക്കുന്നതിന് പ്രായഭേദമൊന്നുമില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ അന്നിമേ? ഏട്ടന്റെ ചില ചോദ്യങ്ങൾക്ക് എന്റെ അടുത്ത് ഒരിക്കലും ഉത്തരം ഉണ്ടാവില്ല. എന്നുവെച്ചാ പൊട്ട ചോദ്യങ്ങൾ നിന്നാണോ അതോ നല്ല ചോദ്യങ്ങൾ നിന്നാണോ? കുറച്ച് നല്ല ചോദ്യങ്ങളും ഉണ്ടാവും, കുറച്ച് പൊട്ട ചോദ്യങ്ങളും ഉണ്ടാവും. എനിഹൗ, ഞാൻ എന്തായാലും ഇത് കോംപ്ലിമെന്റ് ആയിട്ട് അങ്ങെടുക്കുക. നീ ഇങ്ങനെ ചിരിക്കുന്ന കാണുമ്പോ ഒരിക്കലും ഇല്ലാത്ത അഴക് നിന്നിൽ എനിക്ക് കാണാൻ പറ്റുന്നു. ആ, എന്നാ സമയം കളയാതൊരു കാര്യം ചെയ്യട്ടെ. അരുണിമയ്ക്ക് കണ്ണേറ് കിട്ടാതിരിക്കാൻ ഒരു കരിമഷിപ്പൊട്ട് തൊട്ടു കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ തന്നെ അവളെ കണ്ണുവെക്കും. മോം, ഡാഡ്, മോം, ഡാഡ്, നിങ്ങൾ റെഡി ആയി കഴിഞ്ഞോ? ഞങ്ങളൊക്കെ എപ്പോഴേ റെഡി ആയതാ മോനെ. പിന്നെന്തിനാ ഇവിടെ തന്നെ നിൽക്കുന്നേ? താഴേക്ക് വാ. ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു മോനെ. അപ്പോഴാ നിന്റെ ഡാഡി കുറച്ച് പഴഞ്ചൻ ഡയലോഗ്സ് അടിച്ചോണ്ട് വന്ന് കേട്ട് നിൽക്കുമായിരുന്നു. എന്താണ് ഡാഡ്? ഏത് പഴയ സിനിമയിലെ ഡയലോഗ് അടിച്ചെന്നൊന്ന് പറയാവോ? അങ്ങനെയൊന്നും ഇല്ലടാ. അങ്ങേരെങ്ങനെ പലതും പറയും. നീ വാ മിഥുൻ. ഡാഡ്, ആർ യു ഓക്കെ? എനിക്കെന്താടാ, ഐ ആം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്.
ഡാഡിന്റെ കയ്യിലെന്താ എന്തോ ഒന്നും മറച്ചു പിടിക്കുന്നുണ്ടല്ലോ. എന്റെ കയ്യിലൊന്നുമില്ല, നിനക്ക് ചുമ്മാ തോന്നിയതാടാ. അല്ലല്ലോ, എന്റെ മുമ്പിൽ മറയ്ക്കാൻ നോക്കല്ലേ. എന്താ കയ്യിലെന്ന് മര്യാദയ്ക്ക് പറഞ്ഞു കാണിച്ചു നോക്കട്ടെ. ഡാഡ്, ഈ കൺമഷിച്ചപ്പോ ഡാഡ് എന്തിനാ കൊണ്ടു നടക്കുന്നേ? ഒന്നുമില്ലടാ, ഇന്ന് നിന്റെ മമ്മിയെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സൗന്ദര്യവതിയായിട്ട് തോന്നി. എന്താ രണ്ടാളും പഴയ കാലത്തിലേക്ക് പോയാ? പോടാ. അല്ല, സൗന്ദര്യം കൂടിയാ വല്ലവരെയും കണ്ണു കിട്ടുവേ, അതുകൊണ്ട് ഒരു കൺമഷിപ്പെട്ട് തൊടാന്ന് കരുതി. തൊട്ടു കൊടുക്കാന്ന് കരുതിയപ്പോഴേക്കും അവള് പോയി. ആരുടെയൊക്കെ കണ്ണു കിട്ടുവോ? സോ സാഡ്. യെസ്. എന്നാലേ ആ കൺമഷിച്ചപ്പ് എന്റെ കയ്യിലേക്ക് തന്നെ മോമിനുള്ള പൊട്ട് ഞാൻ തൊടുവിച്ചു കൊടുത്തോളാം. ഡാഡ് വരാൻ നോക്കി. എന്താന്ന് ഇപ്പൊ ഞാൻ പോയി ആ കാന്താരി ചാക്കെടുത്ത് കാറിലിട്ട് വരണമെന്നോ? മേഘനടുത്തി അനിയത്തിയോടുള്ള സ്നേഹമൊക്കെ കൊള്ളാം എന്ന് കരുതി കോഹിന്നൂർ വജ്രത്തെ നാണം കെടുത്തണോ? അവള് വെറും ചെങ്കല്ല്. ഹലോ, വാ തുറന്ന് സംസാരിച്ച വായ കിടക്കുന്ന പവിഴൊന്നും താഴെ വീഴത്തില്ല. ആ അതേലോ, താഴെ വീഴുന്ന പവിഴൊക്കെ നീ പെറുക്കി പോക്കറ്റിലിട്ടാലോ എന്നുള്ള പേടി കൊണ്ടാ മിണ്ടാതിരിക്കുന്നെ. നിന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കൻ അടുത്തിരിക്കുന്നത് കേട്ടോ. കുറച്ച് സ്വീറ്റും കുറച്ചേറെ ഹോട്ടും മിക്സ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞൂടെ? അല്ലെങ്കിൽ നിനക്ക് എന്നോടൊരു മര്യാദയില്ല, ഒട്ടും സ്നേഹവും ഇല്ല എന്നൊക്കെ മനസ്സിലായി വരുന്നുണ്ട്. അതെ, നീ അടുത്തുള്ളപ്പോ സ്വീറ്റ് ആയിട്ട് സംസാരിക്കാനല്ല തോന്നുക, ഒരു ചൂരിലെടുത്ത് നിന്റെ പുറം പൊളിക്കാനാ തോന്നുക. കുറച്ചു നേരമായിട്ട് നോട്ടം കൊണ്ട് നീ അത് തന്നെയല്ലേ ചെയ്യുന്നേ? ചൂരൽ പ്രഹരത്തിൽ ഞാൻ ചതഞ്ഞ് ചാവാറായി. നീ ഇങ്ങനെ മിണ്ടാതിരിക്കില്ല, എനിക്ക് വല്ലാതെ ബോറടിക്കുന്നു മാങ്ങാണ്ടി. അയ്യടാ, ഞാൻ നിനക്ക് കാന്താരി ചാക്കും മാങ്ങാണ്ടിയൊക്കെ ആണല്ലോ, പെണ്ണാണെന്നുള്ള ചിന്ത പോലും ഇല്ല. കാന്താരി ചാക്കോ? ഇതെവിടെയോ കേട്ട പോലെ ഉണ്ടല്ലോ. നീ തന്നെയാടാ പറഞ്ഞത്. എന്റെ ചേച്ചിയോട് പറയുമ്പോ ഞാൻ ഫോണിൽ കൂടെ കേൾക്കുന്നുണ്ടായിരുന്നു. പാമ്പിന്റെ ചെവി. എപ്പോഴും ഞാൻ നിനക്ക് പാമ്പും പല്ലിയും കാന്താരിയും മാങ്ങാണ്ടിയൊക്കെയാ. ഒരു പനിനീർ പൂവാണെന്നോ മുല്ലപ്പൂ പോലത്തെ ചിരിയാണെന്നോ എന്നെങ്കിലും നീ എനിക്കൊരു കോംപ്ലിമെന്റ് തന്നിട്ടുണ്ടോടാ? അതിനത് വല്ലതും ആണെന്ന് എന്റെ മനസ്സിൽ തോന്നണ്ടേ മാങ്ങാണ്ടി? അപ്പോ ഞാൻ അത്രയ്ക്ക് കൊള്ളത്തോളാ? നീ കാർ അതി സൈഡാക്കിക്കേ. നിന്റെ കൂടെ കാറി കയറിയതാ ഞാൻ കാണിച്ച വിവരക്കേട്. അത് നന്നായി, വിവരം കെട്ടവളാണെന്ന് ഇപ്പോഴെങ്കിലും ഒന്ന് സമ്മതിച്ചു തന്നല്ലോ. കണ്ടോ, പിന്നെ തുടങ്ങിയല്ലേ? നീ വണ്ടി സൈഡാക്കിക്കേ. ഏയ്, വണ്ടി നിർത്താനാ പറഞ്ഞ്. ഏയ്, വണ്ടി നിർത്തടാ മരപ്പോത്തെ. ചാരു, ചാരു, എന്താ ഇത്? ആൾക്കാരെന്താ വിചാരിക്ക? ഞാനെന്തോ വെറുതെ ഒരു കളിതമാശയ്ക്ക് വേണ്ടി പറഞ്ഞതല്ലേ. അതിനിങ്ങനെ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോന്നാലോ? ആൾക്കാർ കാണട്ടെ നിന്റെ യഥാർത്ഥ രൂപം എന്താന്ന് നാട്ടുകാർ അറിയട്ടടാ. ഇപ്പൊ നീ എന്റെ കൂടെ വരണമെങ്കിൽ ഞാൻ എന്താ ചെയ്യണ്ടേ? സോറി പറഞ്ഞാ മതിയോ? നിന്റെ സോറി കൊണ്ടേ പൊരിച്ചു തിന്നു. എനിക്കതൊന്നും വേണ്ട, പോയി പണി നോക്കടാ. റോഡാണെന്നുള്ളൊരു ഓർമ്മ വേണേ. വാ ചാരു പ്ലീസ്, കൊച്ചുകുട്ടികളെ പോലെ ആവല്ലേ. വന്നേ. കോൺസ്റ്റബിൾ. ആ സാർ. എന്താ അവിടെ ഒരു പ്രശ്നം? അവിടെ ചെന്നൊന്ന് നോക്കിയേ. ഓക്കെ സാർ. കയ്യിന്ന് വിടറാ ചാരു. എടാ കയ്യിന്ന് ഞാൻ വിടാ പറയുന്നത് പറഞ്ഞത്. കേക്ക്. എന്താ അവിടെ പ്രശ്നം? ഇയാള് പെശകാണോ കുട്ടി? അയ്യേ അല്ല സാറേ, ഞാനിവളുടെ മുറച്ചെറുക്കനാ. ഞങ്ങൾ തമ്മിൽ കളിക്കുകയായിരുന്നു. ദേഷ്യപ്പെട്ട അവൾ കാറിൽ നിന്ന് ഇറങ്ങി പോന്നപ്പോ ഞാനൊന്ന് സമാധാനിപ്പിക്കാൻ നോക്കായിരുന്നു. ഞാൻ കാന്താരി ചാക്കാണല്ലേ? സർ, മുറപ്പെണ്ണ ഒന്നും അല്ല സർ. ഇയാൾ ആരാന്ന് പോലും എനിക്ക് അറിയില്ല സർ. തനിച്ച് നിൽക്കുന്ന സ്ത്രീയുടെ അടുത്ത് നമ്പർ ഇറക്കിക്കൊണ്ട് വന്നതാ. ആ എടി മഹാഭാവി, എന്നെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്നത് കണ്ട് നീ രസിക്കാൻ നിൽക്കാറോടി പരമദ്രോഹി. കണ്ടോ സർ, സാറിന്റെ മുമ്പിൽ വെച്ച് ഇയാൾ എന്തൊക്കെയാ പറയുന്നെന്ന്.
നിന്നെ ഒന്ന് ഇവിടെ നിർത്തിയല്ലേ സംസാരിക്കണ്ട. സ്റ്റേഷനിൽ കൊണ്ടിരുത്തി ലാടം കുത്തിക്കയറ്റി പറഞ്ഞേക്കണം. അയ്യോ, ഇയാള് ശരിക്കും പിടിച്ചോണ്ട് പോകുന്നാണല്ലോ തോന്നുന്നത്. ചാരു പ്ലീസ് എന്നെ ഒന്ന് രക്ഷിക്ക്. ഇത്രയും നേരം നിനക്ക് ഭയങ്കര ജാടയായിരുന്നല്ലോ. നീലടി എന്നെ ചൊറിഞ്ഞേ. പിന്നെ നീ എന്തിനാ എന്നെ കാന്തരിച്ചാക്കുന്നു? എന്താ രണ്ടും കൂടെ പിറുപിറുക്കുന്ന? സർ, ഇയാളെ വെറുതെ വിട്ടേക്ക് സർ. അതെന്താ കുട്ടി? ഇയാളൊരു തെമ്മാടിയാണെന്നുള്ളത് ശരിയാ, മഹാപോക്കിരിയാണ് സർ. പക്ഷേ ഞാൻ കാരണം മറ്റൊരാളെ വിഷമിക്കുന്നത് എനിക്ക് താല്പര്യമില്ലാത്തോണ്ടാ. ഇങ്ങനെയുള്ളവരെ വെറുതെ വിടരുത് കുട്ടി. അതുകൊണ്ടല്ല സർ, ചെയ്ത തെറ്റിന് ഇപ്പൊ ഇയാള് പശ്ചാത്തപിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. തൽക്കാലം വിട്ടേക്ക് സർ. ശരി ആയിക്കോട്ടെ, സൂക്ഷിച്ചോണം. ഡാ, ഇനി ഈ കുട്ടിയുടെ പിന്നാലെ നടക്കുന്നാണ്ടാ സ്റ്റേഷനിൽ കൊണ്ടുപോയി ലാടം കയറ്റി തരും, പറഞ്ഞേക്കാം. പിന്നെ ഈ ജന്മം നിന്നെ ഒന്നിനും കൊള്ളാതാവും. സൂക്ഷിച്ചും കണ്ടൊക്കെ നടന്നോ. എടീ രക്തരക്ഷസേ, ഇനിയെങ്കിലും ഒന്ന് വണ്ടി കയറി വാ മോളെ, കാറിൽ കേറും മോളെ. മുഖം കണ്ട എന്തൊരു പാവ, പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ നക്ഷത്രം എണ്ണിക്കുന്നേ ഉള്ളൂ. പിന്നല്ലാണ്ട് എന്ത് ചെയ്യാനാ? നിന്നെ പോലുള്ളവനെ നിലയ്ക്ക് നിർത്തണമെങ്കിലേ ഇത്രയെങ്കിലൊക്കെ കൈ വേണം. എന്ന് വെച്ചാ എന്റെ കൂടെ തന്നെ നിൽക്കാൻ നീ അങ്ങ് തീരുമാനിച്ചു അല്ലേ? എന്താ പറഞ്ഞേ? ആ, ഒന്നും പറഞ്ഞില്ല. ഹായ് സാർ. ഹായ്. ഞങ്ങളുടെ മിഥുനേട്ടന് അവാർഡ് കിട്ടി. ജ്യൂസ് എടുത്തോളൂ. മേഡവും എടുത്തോ. താങ്ക് യു. ഹലോ സാർ, Hello. ഞങ്ങളുടെ മിഥുനേട്ടന് അവാർഡ് കിട്ടി. ദാ ജ്യൂസ് എടുത്തോ. താങ്ക് യു. ഹായ് മാം, ഞങ്ങളുടെ മിഥുനേട്ടന് അവാർഡ് കിട്ടി. ജ്യൂസ് എടുത്തോളൂ. സുദീപേ, ആ, ചേട്ടാ ചേട്ടാ പറയൂ ചേട്ടാ. ഈ അവാർഡ് കിട്ടിയത് എനിക്കാണ്. നിന്റെ സന്തോഷം കണ്ടിട്ട് നിനക്ക് കിട്ടിയതുപോലെയാണല്ലോ. വല്ലാതെ നാണമാവുന്നുണ്ട്. അത് സന്തോഷം കൂടിപ്പോയതുകൊണ്ടാ. ആയിക്കോട്ടെ, പക്ഷെ സന്തോഷം വരുമ്പോ നാണം വരുന്ന ലോകത്തിലെ ആദ്യ ജീവിക്കുള്ള അവാർഡ് നിനക്കായിരിക്കും. അത് ശരിയാ ചേട്ടാ. കൺഗ്രാചുലേഷൻസ് മിഥുൻ. ഈ പ്രായത്തിൽ ഇതൊരു വലിയ അച്ചീവ്മെന്റാ. താങ്ക് യു സോ മച്ച്. നീ വലിയ ആളാവുമെന്ന് പണ്ടേ എനിക്കറിയാമായിരുന്നു. അതിന്റെ തെളിവല്ലേ ഇത്? താങ്ക് യു. Come on. നിങ്ങളുടെ വീട്ടിൽ സൂചി നൂലും ഇരിപ്പുണ്ടെങ്കിൽ എനിക്കൊന്ന് എടുത്തു തരണേ. അതെന്തിനാ? നൂല് കോർത്ത് നിന്റെ വായൊന്ന് തുന്നിക്കെട്ടാനാ. പിന്നെ നിന്നാര് പഞ്ചാരടിക്കും? ഇതാ ഞാൻ പറഞ്ഞത്. വഴി നീള വായടക്കാണ്ട് എന്റെ തല തിന്നായിരുന്നില്ലേ? എന്താടാ ഇത്ര ചിരിക്കാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അവിടെ അതിന് തിന്നാൻ എന്തുണ്ടായിട്ടാ? കുറച്ച് കളിമണ്ണല്ലേ ഉള്ളൂ. ആ കളിമണ്ണിനകത്ത് ഇത്തിരി പോലും ബുദ്ധിയും ഇല്ല. ദേ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയരുത് കേട്ടോ. ഇനി ഞാൻ നിന്നോട് മിണ്ടില്ലടാ മരമാക്രി. മരമാക്രിയോ? നീയൊന്ന് പോടി നീർക്കോലി. അയ്യടാ, ഓരിടാണ്ട് പോടാ കൂർക്ക. പോടാ. സെലിബ്രേഷൻ ഉള്ളതെല്ലാം ആയിട്ടുണ്ട്, പക്ഷെ ക്രാക്കേഴ്സ് എല്ലാം മിസ്സിംഗ് ആണല്ലോ. അമിത് സിംഗ്, ഇങ്ങ് വന്നേ. ബോലിയേ സർ. അമിത് സിംഗ്, നീ ഒന്ന് മാർക്കറ്റിൽ പോയി കുറച്ച് പടക്കങ്ങൾ മേടിച്ചോണ്ട് വാ. ഓക്കെ സർ. നീ നിന്റെ സൗകര്യത്തിന് വാങ്ങിച്ചോണ്ട് വന്നാ പറ്റില്ല.
5 മിനിറ്റിനകത്ത് പടക്കം ഇവിടെ എത്തിയിരിക്കണം. ഓക്കെ സാർ. ഡാ, ആ? പടക്കം എന്തിനു വേണ്ടിയാടാ? എന്ത് ചോദ്യാ വല്യച്ച ഇത്? ഏട്ടന് അവാർഡ് കിട്ടിയ കാര്യം അങ്ങ് കാസർഗോഡ് വരെ കേൾക്കണ്ട വല്യച്ച. അങ്ങനെ എല്ലാവരും അറിയണമെങ്കിൽ ആ ലെവലിൽ ഇവിടെ ഒരു വെടിക്കെട്ട് അറേഞ്ച് ചെയ്യണം. അവാർഡ് കിട്ടിയത് അവനാണെങ്കിലും അവനേക്കാളും നീയാണല്ലോടാ ഈ പ്രദേശം മൊത്തം ഇളക്കി മറിക്കുന്നേ. വല്യേട്ടന് കിട്ടിയ അത് എനിക്കും കിട്ടിയ പോലെ തന്നെയല്ലേ വല്യച്ച? എന്നാ മിസ്സിങ് നീ പോയിട്ട് വാ. ഒരു വെടിക്കെട്ടിനുള്ളത് മുഴുവൻ മേടിച്ചോളണം. കൂടെ കമ്പിത്തിരിയും പൂത്തിരിയും ഒക്കെ വേണം. വല്യേട്ടൻ ഇതൊക്കെ കണ്ട് അമ്പരന്ന് പോണം. വെടിക്കെട്ടിന് നേതൃത്വം വഹിക്കാൻ പോകുന്ന ഏട്ടനാ. ചെല്ലു ചെല്ലു. ഓക്കെ സാർ. ആ വലിച്ച ഇങ്ങൊന്ന് ഒരു കാര്യം പറയട്ടെ. എടാ മിഥുനെ, ജീവിതാവസാനം വരെ നിന്റെ കുടുംബത്തിലെ ഓരോരുത്തരുടെയും മനസ്സിൽ ഈ ആഘോഷത്തിന്റെ മുറിപ്പാടുകൾ ഓരോന്നും വേദനയായി അവശേഷിക്കും വിധം ഇന്ന് ഈ കരിമരുന്ന് പ്രയോഗം കൊണ്ട് ഞാനിവിടെ ഒരു പ്രകമ്പനം സൃഷ്ടിക്കും. അതെ വലിച്ച ദേ അങ്ങോട്ടൊന്ന് നോക്കി. കണ്ണുകൊണ്ട് ഏട്ടൻ ഏട്ടൻ ശരിയാ, ഇവർക്കൊക്കെ ഇതിന്റെ എന്ത് കാര്യം? അവളെ കാണാൻ എന്തിനു കൊള്ളാം? സ്റ്റൈലായിട്ട് ഡ്രസ് ചെയ്യാൻ പോലും അറിയാത്ത ഒരു പട്ടിക്കാട്ടിലെ പീറപ്പെണ്ണ്. കാശിന് കൊള്ളാത്ത ഒരു സാരി എടുത്ത് പൊട്ടും തൊട്ട് നിന്നാ വലിയ ഭംഗിയാണെന്ന വിചാരം. എക്സ്ക്യൂസ് മീ. ഓക്കെ മിഥുൻ. ഹലോ. മേഘനെ, നീ ഒന്ന് അങ്ങോട്ട് വന്നേ.